നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വയനാട് മാനന്തവാടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആരെന്നതിൽ ആശയക്കുഴപ്പം. കൽപ്പറ്റയിൽ ടി സിദ്ദിഖും സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചപ്പോൾ മാനന്തവാടിയിൽ ഉഷാ വിജയനും മീനാക്ഷി രാമനുമാണ് സാധ്യതാ പട്ടികയിൽ. മന്ത്രിമണ്ഡലമായ മാനന്തവാടിയിൽ LDF സ്ഥാനാർത്ഥിയായി OR കേളു തന്നെ മതിയെന്ന നിലപാടിൽ ഇടതുമുന്നണി എത്തിയപ്പോഴും UDF സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നതിൽ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ നിരവധി പേരുകളാണ് ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തിയത്. അന്തിമഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഉഷാ വിജയന്റെയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ മീനാക്ഷി രാമന്റെയും പേരുകളാണ് പരിഗണനയിൽ. ഗ്രൂപ്പ് തർക്കങ്ങൾ രൂക്ഷമായ മാനന്തവാടിയിൽ കോൺഗ്രസിന് പുരുഷ സ്ഥാനാർത്ഥിയാണ് വേണ്ടതെന്നുള്ള വാദവും ഉയർന്നു വരുന്നുണ്ട്. മാനന്തവാടി മുൻ MLA-യും മന്ത്രിയുമായിരുന്ന PK ജയലക്ഷ്മി മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തോട് അറിയിച്ചതോടെ സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ OR കേളുവിനെതിരെ മത്സരിക്കാൻ തക്ക വനിതാ സ്ഥാനാർത്ഥിയെയാണ് നേതൃത്വം തേടുന്നത്. അങ്ങനെയെങ്കിൽ മണ്ഡലത്തിൽ മീനാക്ഷി രാമനെയും കടന്ന് ഉഷാ വിജയൻ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.